ഈ ഇസ്ലാമിക പിന്നെ വിശ്വാസത്തിന്, അതായത് മുഹമ്മദീയ മതത്തിൽ വന്ന ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഈ ദൈവസങ്കല്പം, അതായത് ദൈവസത്ത, ദൈവത്തിന്റെ ബീയിങ് എന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടില്ല. അതെന്താണെന്ന് ഈ പണ്ഡിതന്മാർക്ക് അറിയില്ല. അത് ഖുർആൻ പരിശോധിച്ച കാലത്ത് അവിടെയാണ് ഈ മതത്തിന്റെ തകർച്ച ഉണ്ടാകുന്നത്. പിന്നീട് ഇവര് അള്ളാഹു സൃഷ്ടാവാണ്, നിയന്താവാണ്, പരിപാലകനാണ്, അവലേഖനാണ്, മാടയാണ്, കോടയാണ് എന്നൊക്കെ പറയും. ഈ അള്ളാഹു ആരാണ്, എന്താണ് സാധനം എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ അറിയത്തില്ല. വായുവാണോ, പദാർത്ഥത്തിൽപ്പെട്ടത് എന്തെങ്കിലും വസ്തുവാണോ, നമ്മൾ സാധാരണ അച്ഛൻ ചോദിച്ച പോലെ ആത്മാവാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആണോ? ഇല്ല. അള്ളാഹുവിന്റെ സത്തയെ കുറിച്ച് ഖുർആൻ പരിശോധിച്ചാൽ കണ്ടെത്താൻ കഴിയുകയില്ലെന്നുള്ളതാണ് ഇവരെല്ലാവരും പറയുന്നത്. പിന്നെ നമുക്ക് കാണുന്നത് എന്താണ്? ഈ കാബയിലിരിക്കുന്ന ഈ കല്ലിനെയാണ്. ഇതിനെയാണ് ഇവര് നോക്കി നിസ്കരിക്കുകയും ഇതിന് പരിപാലനത്വം നൽകുകയും ഇതിന്റെ അടുക്കൽ ചെന്ന് തക്ബീർ മുഴക്കുക, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക വിളിക്കുക. അള്ളാഹുവേ, നിന്റെ വിളിയുടെ മറുപടിയെ ഞങ്ങൾ വന്നിരിക്കുന്നു. ഈ ഹജ്ജിന് പോകുന്ന ആളുകൾ വിളിക്കുന്നതായ ആ പ്രാർത്ഥന ഒന്ന് പരിശോധിച്ചാൽ മതി. ഇവരുടെ സങ്കല്പത്തിലെ അള്ളാഹു ആ വിഗ്രഹം തന്നെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇവരവിടെ ചെന്നതിന് ശേഷം ഈ ക്ഷേത്രത്തിന് വലം വെച്ചുകൊണ്ട് വിളിക്കുന്നതായ ഒരു പ്രാർത്ഥനയാണ് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വലിയ മദിക ലക വൽ മുൽക ലാ ശരീക ലക ലബ്ബൈക എന്നിവര് പാടാറുണ്ട്. ഇത് പ്രാർത്ഥിക്കുമ്പോൾ എന്താ ഇതിന്റെ അർത്ഥം എന്ന് നമുക്ക് സാധാരണ അറിയത്തില്ല. അത് മലയാളത്തിൽ വിവർത്തനം ചെയ്യണം. പച്ച മലയാളത്തിൽ വിവർത്തനം ചെയ്താൽ ഇങ്ങനെയാണ്: അള്ളാഹുവേ, നിന്റെ വിളിയുടെ മറുപടിയായി ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നു. നിനക്ക് തുല്യം നീ മാത്രമാകുന്നു. ഞങ്ങളുടെ അപേക്ഷ നിന്നോടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാധനത്തെ നോക്കിയാണ് ഇവർ വിളിക്കുന്നത്. അപ്പൊ ഈ വിളിയും ഇവരുടെ ഈ ഭക്തിയും വിളിച്ചറിയിക്കുന്നത് ഈ കല്ല്, അല്ലെങ്കിൽ അവിടെ വെച്ചിരിക്കുന്ന ഹജറുൽ അസ്വദ്, അല്ലെങ്കിൽ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഇവരുടെ ദൈവം എന്നുള്ള കാര്യം കൃത്യമാണ്. അല്ല എങ്കിൽ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തണം. ബൈബിളിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു ദൈവസത്ത എന്താണെന്ന് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മറ്റൊരു മതങ്ങളിലും ഇല്ല. ഇന്ത്യൻ ഫിലോസഫി, അതായത് ഭാരതീയ ദർശനത്തിൽ ഡോക്ടർ രാധാകൃഷ്ണൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ അതിന്റെ 1-ാം പാളിൽ കുറച്ച് ഭാഗം വായിച്ചുകൊണ്ടപ്പോഴാണ് ഈ ക്ലബ് ഹൗസ് ചർച്ച വന്നത്. ക്ലബ് ഹൗസ് ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെയാണ് 2-3 വർഷങ്ങൾക്ക് മുമ്പ്. കുറച്ച് പേജ് വായിച്ച്, 2 പാഠത്തിലുള്ള ആ ഗ്രന്ഥത്തിൽ കുറച്ച് പേജ് വായിച്ചാണ് വെച്ചത്. പക്ഷെ ഞാൻ കൊണ്ട് എത്തിയതായ ഒരു ഭാഗം ഞാൻ അണ്ടർലൈൻ ചെയ്തു. ഡോക്ടർ രാധാകൃഷ്ണൻ പറയുന്നത്, ഭാരതീയ സങ്കല്പത്തിൽ ഈശ്വര സത്ത കണ്ടെത്തുവാൻ കഴിയുകയില്ല. തീർന്നില്ല പരിപാടി. ഈശ്വരൻ എന്താണെന്ന് മനസ്സിലാക്കത്തിടത്തോളം കാലം എങ്ങനെ അതിനകത്ത് ഈശ്വരനെ കാണാനായിട്ട് കഴിയും? അപ്പം ഇതാണ് ഈ ഇവിടുത്തെ സംസ്കാരത്തിലെ സ്ഥിതി, അല്ലെങ്കിൽ ഇവിടുത്തെ ഭാരതീയ മതങ്ങളുടെ സ്ഥിതി. ഈശ്വര സത്ത, ദൈവം അതാരാണ്? ബ്രഹ്മാവാണോ അതോ മറ്റു ആരെങ്കിലും ആണോ എന്നതിനെ സംബന്ധിച്ച് അത് ആരായിരുന്നാലും അവരുടെ സത്ത എന്താണ്, അവരുടെ ഉണ്മ എന്താണെന്നുള്ളതായ കാര്യം ഭാരതീയ ദർശനത്തിൽ എങ്ങും തന്നെ കാണാൻ കഴിയുകയില്ലെന്നാണ് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ഭാരതീയ ദർശനത്തിൽ പറയുന്നു. ഇസ്ലാമിനെ സംബന്ധിച്ച് അങ്ങനെയാണ്. മിസ്റ്റർ എം അക്ബർ ബൈബിളിനെതിരെ ദൈവം 3 എണ്ണമുണ്ട്, ദൈവം എത്ര എണ്ണമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ട്രിനിറ്റിയെ കളിയാക്കുന്ന മിസ്റ്റർ എം അക്ബർ വളരെ ദയനീയമായി പറയുന്നതായ, അദ്ദേഹം എഴുതിയിരിക്കുന്ന 1-2 വരികൾ ഞാൻ വായിക്കാം. അദ്ദേഹം പറയുന്നതാണ്: അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ പദാർത്ഥാതീതമായ സത്ത എങ്ങനെയാണെന്ന് മനുഷ്യന് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. കേട്ടോ, ഇത് ദുരന്തത്തിലേക്ക് പോവല്ലേ. നമുക്കിത്രയും മതി, അപ്പോളജിസ്റ്റുകളെ, നമുക്ക് ഇത്രയും കാര്യം മതി അടിക്കാനായിട്ട്. ഈ 2 വരിയിൽ മാത്രം, ഈ 2 വരി കൊണ്ട് മാത്രം തന്നെ ഇസ്ലാമിക ദൈവസങ്കല്പത്തെ നമുക്ക് മേഞ്ഞ് നിരപ്പാക്കാം. അദ്ദേഹം പറയുന്ന വാക്കുകൾ ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക: അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ പദാർത്ഥാതീതമായ സത്ത എങ്ങനെയാണെന്ന് മനുഷ്യന് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ആ സത്തയുടെ രൂപവും ഭാവവും ഇന്നിന്ന മാതിരിയാണെന്ന് വിശ്വസിക്കുവാൻ മനുഷ്യന് സാധിക്കില്ല. അതുകൊണ്ടാണ് ഇസ്ലാം അള്ളാഹുവിന്റെ സത്തയുടെ രൂപഭാവങ്ങളുള്ള വിശ്വാസം
മോക്ഷത്തിനുള്ള അനിവാര്യമായ കാര്യമായി എണ്ണാതിരുന്നത് അവൻ സത്തയിൽ ഏകനാണെന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. എങ്ങനെയുണ്ട്? ഞാൻ ചോദിക്കട്ടെ, ഈ അള്ളാഹു എന്താണെന്ന് അറിയാതെ എങ്ങനെയാണ് ഇവൻ ഏകനാണെന്ന് അറിയുന്നത്? ആദ്യം നമുക്കറിയേണ്ട വിഷയം ഈ പുള്ളിക്കാരന് എന്ത് സാധനമാണ്. അതാണ് മുസ്ലിം ലോകത്തോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഈ വ്യക്തി അള്ളാഹു എന്ന് പറയുന്നയാള് എന്താണ് സാധനം? ബൈബിളിലൂടെ വെളിപ്പെടുന്ന ദൈവത്തെ കുറിച്ച് യോഹന്നാൻ 4:24 പറയുന്നത് ദൈവം ആത്മസ്വരൂപനാകുന്നു, ആത്മരൂപിയാകുന്നു. ബൈബിൾ കൃത്യമായി പറയുന്നു. അതിനപ്പുറത്തുള്ള ഒരു വചനമില്ല വേദപുസ്തകത്തിലെ. നമ്മുടെ ക്രൈസ്തവരായ നമ്മുടെ വിശ്വാസത്തെ അരക്കെട്ടുറപ്പിക്കുന്നതും പ്രതിപാദം പറയുവാനായിട്ട് നമ്മെ മുന്നോട്ട് നമ്മെ സഞ്ചരിപ്പിക്കുന്നതുമായ ഒരു വാക്കാണ് യോഹന്നാൻ 4:24. ദൈവം ആത്മരൂപിയാകുന്നു, അവനെ ആരാധിക്കുന്നവർ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കണം. ആത്മസ്വരൂപിയായ ദൈവത്തിന് കാണുവാൻ കഴിയും, കേൾക്കുവാൻ കഴിയും. അവന് വ്യക്തിത്വം, നിത്യാദി ക്രിയകളിലും ഗുണവിശേഷണങ്ങളിലും വിശുദ്ധ ബൈബിൾ ദൈവത്തെ വെളിപ്പെടുന്നുണ്ട്. ഇതുപോലെ ഒരു ആത്മരൂപിയനാണോ അല്ലാഹു? അല്ല. അക്ബർ അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. ഇദ്ദേഹം പറയേണ്ട അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ പദാർത്ഥാതീതമായ സത്ത എങ്ങനെയാണെന്ന് മനുഷ്യൻ മനസ്സിലാക്കാൻ കഴിയത്തില്ല. അള്ളാഹു ഏകനാണോ അല്ലയോ എന്ന് അറിയുന്നതിന് മുമ്പായിട്ട് ആദ്യം അറിയേണ്ടത് അള്ളാഹുവിന്റെ സത്തയല്ലേ? അതറിഞ്ഞതിന് ശേഷമല്ലേ ഇവൻ ഒന്നാണോ രണ്ടാണോ മൂന്നാണോ അറിയുന്നത്. അപ്പൊ സത്ത വെളിപ്പെടുത്താത്തതായ ഒരള്ളാഹുവിനെ ചുമന്നാണ് ഇവർ നടക്കുന്നത്. ഇതാണ് ഇസ്ലാമിന്റെ ദുരന്തത്തിന് കാരണം. ഇവിടെ വരുന്ന ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ക്രൈസ്തവ അപ്പോളജിസ്റ്റുകളുടെ മുമ്പാകെ തകർന്ന് തരിപ്പണമാകാൻ കാരണം നിങ്ങളുടെ ഗ്രന്ഥങ്ങളിലെങ്ങും നിങ്ങളുടെ അള്ളാഹുവിന്റെ ഐഡന്റിറ്റി, അള്ളാഹു എന്ത് സാധനമാണെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഇത്രയും കഠിനമായി പറയാൻ കാരണം എന്റെ കയ്യിലിരിക്കുന്ന ഇസ്ലാമിക മത ഗ്രന്ഥങ്ങളിൽ വിശുദ്ധ ബൈബിളിലൂടെ വെളിപ്പെടുന്ന ദൈവത്തെ നിശ്ചിതമായി വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തതായ വസ്തുതകൾ ഞാൻ വായിച്ചതിന്റെ ഫലമായിട്ട് ഞാൻ ഇങ്ങനെ പറയുന്നു. അല്ലെങ്കിൽ ഇത്രയും കടുപ്പത്തിൽ പറയത്തില്ല. മനസ്സിലായോ? അപ്പം ദൈവസത്ത, അള്ളാഹുവിന്റെ സത്ത എന്തെന്ന് അറിയാത്തത്തോളം കാലം പ്രിയമുള്ള മുസ്ലിം സുഹൃത്തുക്കളെ, നിങ്ങൾ പരാജിതരാണ്. നിങ്ങൾ മുഹമ്മദിനാൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ അതേ പ്രയോഗം തന്നെ ഇതിനകത്തും പറയണം. ഇസ്ലാമിൽ അള്ളാഹുവിന്റെ സത്ത എന്തെന്ന് തിരിച്ചറിയാൻ കഴിയത്തില്ല. അക്ബർ അത് ഭഗ്യത്തിലൂടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കെ അള്ളാഹു ആരാണെന്ന് കൃത്യമായിട്ട് പറയാതിരിക്കുക, നമ്മൾ അള്ളാഹുവിന് ആത്മാവുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉണ്ടവണിങ്ങിയ പോലെ നിൽക്കത്തേ ഉള്ളൂ സഹോദരന്മാർ. അതുകൊണ്ട് ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇവര് തന്നെ ഒന്നടങ്കം ഈ ആളിനെ തിരിച്ചറിയാൻ കഴിയത്തില്ല, അവനെ മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയത്തില്ല എന്നും, പിന്നെ മനസ്സിലാകുന്ന എങ്ങനെയാണ് അവൻ അള്ളാഹു ഏകനാണെന്ന് വിശ്വസിച്ചാൽ മാത്രം മതി എന്നുമുള്ളതായ ആ പ്രയോഗം അത് യുക്തിക്ക് നിരക്കുന്നതല്ല. നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിന് യുക്തി ഉണ്ടാകും, യുക്തിഭദ്രത വേണം. എന്തിനാണ് നമ്മൾ വിശ്വസിക്കുന്നത്? ആ വിശ്വാസം രൂഢമൂലമാകണമെങ്കിൽ ആ വിശ്വാസം കാതലായ വിശ്വാസമായിരിക്കണം. ഇത് അങ്ങ് വിശ്വസിച്ചാൽ മതി, ഏകനാണെന്ന് അങ്ങ് വിശ്വസിച്ചാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ അത് പക്ക അന്ധവിശ്വാസമാണ്. ഇസ്ലാം മതവിശ്വാസികൾ അന്ധവിശ്വാസികളാണെന്ന് തർപ്പിച്ചു പറയാനായിട്ട് കഴിയും. ഇല്ലാത്ത ഒന്നിനെ വിശ്വസിക്കുകയാണ്. എന്നിട്ട് പിന്നെ കൊടുത്തിരിക്കുന്ന ചില പദങ്ങൾ കണ്ടു, സാങ്കേതിക പദങ്ങൾ കൊടുക്കുക. അള്ളാഹുവിന്റെ പദാർത്ഥാതീതമായ സത്ത. കുന്തകുടച്ചക്കർ അള്ളാഹു പദാർത്ഥാതീതനാണെന്ന് ആര് പറഞ്ഞ്? അങ്ങനെ ഒരു പ്രയോഗം ഇല്ലല്ലോ. ഖുറാനിൽ എവിടെയാണ്? പണ്ട് നമ്മുടെ ഹാരിസ് മദനിയും മുഹമ്മദ് ഈസ ഒരു ഭാഗത്ത്, ബഹുമാനപ്പെട്ട കൊടുത്തോട്ടം പാസും സിജോ ബ്രദറും മറുഭാഗത്തും ഒരു ചർച്ച നടന്ന സമയത്ത് ഈ ചോദ്യം പാസ് ചോദിക്കുകയുണ്ടായി. അള്ളാഹു പദാർത്ഥാതീതനാണെന്ന് പറയുന്നത് ഒരായത്ത് ഖുറാനിൽ കാണിച്ചു തരാമെങ്കിൽ എന്ന് അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട്. ഞങ്ങൾ നിരന്തരമായിട്ട് പറയുന്നത് അള്ളാഹു പ്രപഞ്ചാതീതനാകുന്നു എന്ന് പറയുന്ന ഒരായത്ത് കാണിച്ചു തരാമോ? 6236 ആയത്തുകളുള്ളതാ ഈ ഖുറാൻ. എവിടെങ്കിലും അള്ളാഹു പദാർത്ഥാതീതനാകുന്നു എന്ന് പറയുന്ന ഒരായത്ത് കാണിച്ചു തരാം. ഇത് അള്ളാഹുവിന്റെ തലമണ്ടയ്ക്കൽ ആരോപിച്ച് കെട്ടിവെക്കുകയാണ് ഈ അക്ബറൊക്കെ. അള്ളാഹു അത് പറഞ്ഞിട്ടില്ല. ബൈബിളിലൂടെ വെളിപ്പെടുന്ന ദൈവം ഞാൻ ആത്മസ്വരൂപിയാകും. സൗമന്റെ 1-ാം പുസ്തകം 15:26 അനുദവിക്കുവാനും മനുഷ്യരെല്ലാം തറപ്പിച്ചു പറയുന്നു. മനുഷ്യപ്രകൃതിയല്ല. ഈ പ്രപഞ്ചത്തിലെ ഒരു വസ്തുവിനോട് തുലനം ചെയ്യാൻ കഴിയത്തില്ല. ഈ പ്രപഞ്ചത്തിലെ ഒരു പദാർത്ഥവുമല്ല ദൈവം. എന്നെ നിങ്ങൾ എന്തിനോട് ഉപമിക്കും എന്നാണ് യെശയ്യാവിന്റെ പുസ്തകം 45:6 ചോദിക്കുന്നത്.
നിങ്ങൾ എന്നെ എന്തിനോട് ഉപമിക്കും? ഞാൻ ആർക്ക് തുല്യനാകുമെന്ന് പരിശുദ്ധനായ അരുളി ചെയ്യുന്നു. അപ്പം ദൈവത്തെ തുല്യപ്പെടുത്തുവാനോ ഇന്നതിനോട് ഇതൊക്കെ താരതമ്യം ചെയ്യാനോ കഴിയത്തില്ല എന്ന് ബൈബിൾ വളരെ കൃത്യമായി പറഞ്ഞു. ഞാൻ ആ വാക്യം ഇവിടെ നിന്ന് സൂചിപ്പിക്കാം. അള്ളാഹു എന്ന് പറയുന്ന ഇവരുടെ സാങ്കല്പിക ദൈവത്തിന്റെ തകർച്ചയ്ക്ക് കുറെ കൂടെ ആക്കം കൂട്ടുന്ന രണ്ട് വാക്യങ്ങളാണ് യെശയ്യാവിന്റെ പുസ്തകം കിടക്കുന്നത്. യെശയ്യാവിന്റെ പുസ്തകം 40:25 പറയുന്നത്, ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശമാക്കും? ഞാൻ ആരോട് തുല്യനാകുമെന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. തുല്യപ്പെടുത്താൻ കഴിയത്തില്ല. വീണ്ടും 46:5 പറയുന്നത്, നിങ്ങൾ എന്നെ ആരോട് ഉപമിച്ച് സദൃശ്യമാക്കും? തമ്മിൽ ഒത്തുവരത്തക്കവണ്ണം എന്നെ ആരോട് തുല്യനാക്കും? ഇവിടെ ട്രിനിറ്റിയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ചില ആളുകള് ഈ ഭൗതിക വസ്തുക്കളെ എടുത്തുകൊണ്ട് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അത് മടയത്തരമാണ്. അത്തരത്തിലുള്ളതായ പ്രയോഗങ്ങളാണ് ഇസ്ലാമിസ്റ്റുകൾക്ക് ചാകരയായി തീർന്നത്, അവർക്ക് അടിക്കാനായിട്ട് ആയുധമായി നൽകിയത്. അപ്പൊ അതുകൊണ്ട് ദൈവം നേരിട്ട് പറയാണ്, എന്നെ നിങ്ങൾ എന്തിനോട് അവണ് ഉപയോഗിക്കുന്നത്? തമ്മിൽ ഒത്തുവരത്തക്കവണ്ണം ഭൂമിയിലെ ചില പദാർത്ഥങ്ങൾ എടുത്ത്, ചില വസ്തുക്കൾ എടുത്തിട്ട് ഇങ്ങനെയാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ത്രികോണം വരയ്ക്കുകയോ അല്ലെങ്കിൽ ഇന്ന വ്യക്തി പോലെയാണ്. മുമ്പൊരാൾ പറഞ്ഞ് ഞാൻ എന്റെ പുസ്തകത്തിൽ അത് ചൂണ്ടിക്കാണിച്ചിട്ട് മുട്ട പോലെയാണെന്ന്. കേട്ടോ, മുട്ടയ്ക്കും തോടുണ്ട്, വെള്ളക്കരുവുണ്ട്, മഞ്ഞക്കരുവുണ്ട്. ഇതൊക്കെ വ്യാഖ്യാനിക്കുക. ഇതൊക്കെ അബദ്ധ പഞ്ചാംഗമാണ്. ദൈവത്തെ എങ്ങനെ വ്യാഖ്യാനിക്കും? ഞാൻ ചോദിക്കട്ടെ, ഈ പദാർത്ഥാതീതനായ ദൈവത്തെ പദാർത്ഥപരനായ മനുഷ്യൻ എങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയും? ആ വിഷയം അങ്ങോട്ട് പോകാതിരിക്കുകയാണെന്നാൽ അത് ഇസ്ലാമിസ്റ്റുകൾക്കും ബൈബിളിന്റെ എതിരാളികൾക്കും ആയുധം കൊടുക്കുന്നതിന് തുല്യമായിരിക്കും. നമ്മുടെ പിതാക്കന്മാരോ വിശുദ്ധന്മാരും ചെയ്യാത്തതായ കാര്യമാണ്. പിന്നെ വേറെ ചില തൃത്വത്തിൽ ഒന്നാമൻ, തൃത്വത്തിൽ രണ്ടാമൻ, തൃത്വത്തിൽ മൂന്നാമൻ എന്നൊക്കെ പറയും. അതും അബദ്ധമാണ്. കാരണം പദാർത്ഥാതീതരായ ദൈവത്തെ എങ്ങനെയാണ് എണ്ണാൻ കഴിയുന്നത്? 1, 2, 3 എണ്ണാൻ കഴിയുന്നത്? ഈ ചോദ്യകർത്താക്കൾ ചോദിക്കുമ്പോൾ അവരോട് ചോദിക്കണം. ഇസ്ലാമിസ്റ്റുകളാണല്ലോ പലപ്പോഴും ചോദിക്കുന്നത്, വണ്ണസ്സുകാരൻ ചോദിക്കും. അപ്പം പദാർത്ഥാതീതനായ ദൈവത്തെ, പ്രപഞ്ചാതീതനായ ദൈവത്തെ, ആത്മരൂപിയായ ദൈവത്തെ 1, 2, 3 എണ്ണാൻ കഴിയത്തില്ല. ചോദ്യം തന്നെ അബദ്ധമാണ്. അത് ദൈവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇല്ലാത്തത് കൊണ്ടാണ് അത്തരത്തിലുള്ള ചോദ്യമായിട്ട് വരുന്നത്. അതും എതിർ തെറ്റായ കീഴ്വഴക്കമാണ്. അപ്പം ബൈബിൾ വളരെ കൃത്യമായിട്ട് ദൈവത്തെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അടിത്തറ. എന്റെ വിശ്വാസം രൂഢമൂലമാകുവാൻ, എന്റെ വിശ്വാസം ദൃഢപ്പെടുവാൻ കാരണം ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ സത്യയെക്കുറിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മറ്റൊരു മതഗ്രന്ഥത്തിലുമില്ല. ബൈബിളിനെ ആക്രമിക്കുന്ന ഇസ്ലാമിക ഗ്രന്ഥങ്ങളുടെ പരിസരത്തെങ്ങുമില്ല. അപ്പം ഇങ്ങനെ അള്ളാഹുവിന്റെ സങ്കല്പം, അള്ളാഹുവിന്റെ സത്ത ഇന്നതെന്ന് അറിയാൻ കഴിയാതിരിക്കുമ്പോൾ അവനെ അങ്ങ് സത്തയിൽ ഏകനാണെന്ന് അങ്ങ് വിശ്വസിച്ചാൽ മാത്രം മതി എന്നുള്ളതായ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തള്ളിക്കളയാനേ നിവൃത്തിയുള്ളൂ. ഇല്ലാത്ത ഒന്നിനെ എങ്ങനെ ഏകനെന്ന് പറയാനായിട്ട് കഴിയും? ആദ്യം സത്തയുടെ സവിശേഷതകൾ പറഞ്ഞതിന് ശേഷമാണ് സത്ത 1 ആണോ 2 ആണോ 3 ആണോ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. സത്ത ഇല്ലാതെ എങ്ങനെയാണ് ഇയാൾ ഒന്നാണെന്ന് പറയുന്നത്? നാണമില്ലേ? പാവപ്പെട്ട മതവിശ്വാസികളെ കളിപ്പിക്കാനായിട്ട് അക്ബറിനെ പോലെയുള്ള ആളുകൾ എടുത്തുകൊണ്ടുള്ള ഈ തിട്ടൂരം ഇനിയുള്ള കാലത്ത് ചെലവാകത്തില്ല എന്ന് ക്രൈസ്തവ അപ്പോളസ്റ്റുകളായി ഞങ്ങൾ അസന്നിഗ്ധമായി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അത്രയും പറഞ്ഞു ഞാൻ ആ ഭാഗം വിടുകയാണ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അച്ഛൻ പറഞ്ഞതുപോലെ ഈ കാബയിലെ സാധനമാണ് അവിടെ കിടക്കുന്നത്. അവിടെ കിടക്കുന്നതായ ഈ സകലവിധ ഏനക്കേടിനോട് ഈ മുഹമ്മദ് ഭക്തി കാണിച്ചിരുന്നു. കാബ ക്ഷേത്രത്തിലുണ്ടായിരുന്ന കല്ലും മരവും മണ്ണാങ്കട്ട എന്ന് വേണ്ട അവിടെയുള്ള 360 ബിംബങ്ങളോടും മുഹമ്മദ് ഭക്തനായിരുന്നു. മുഹമ്മദിന്റെ മക്ക ജീവിത കാലഘട്ടത്തിൽ അവരുടേതായ മക്കി സൂറകൾ എന്നറിയപ്പെടുന്ന സൂറകൾ പരിശോധിച്ചാൽ അത് കണ്ടെത്താനായിട്ട് കഴിയും. ഈ 13 വർഷവും മുഹമ്മദ് മക്കയിലെ കാബ ക്ഷേത്രത്തിലേക്ക് നോക്കിയാണ് നിസ്കരിച്ചത്. ആ സമയങ്ങളിലൊക്കെ തന്നെ ആ 360 ബിംബങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. ഹജറുൽ അസ്വദ് ഉൾപ്പെടെയുള്ളതായ 360 മ്ലേച്ഛ ബിംബങ്ങളെ നോക്കി മുഹമ്മദ് മക്ക ജീവിത കാലഘട്ടത്തിലെ 13 വർഷം നിസ്കരിച്ചു. നിസ്കരിക്കുക മാത്രമല്ല, ഈ 13 വർഷക്കാലവും മുഹമ്മദ് ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടുണ്ട്. സ്ത്രീകൾ നഗ്നരായി തവാഫ് ചെയ്യുമ്പോൾ മുഹമ്മദ് അവിടെ പോയി തവാഫ് ചെയ്തു. മുഹമ്മദ് അവിടെ ചെന്ന് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക വിളിച്ചു. ലാത്തയോടും ഉസ്സയോടും മനാത്തയോടും പ്രാർത്ഥിച്ചാൽ അത് കേൾക്കുമെന്നും ആ 3 ദൈവങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യുവാൻ പ്രാപ്തന്മാരായിട്ടുള്ള ആളുകളാണെന്ന് സൂറത്ത് നജ്മ 19-20 മുഹമ്മദ് ഇറക്കി കൊടുത്തു. ഇതിനൊക്കെ ചരിത്ര തെളിവുകളുണ്ട്. ഇസ്ലാമിക മതഗ്രന്ഥങ്ങളിൽ ഇതിന് തെളിവുകളുണ്ട്. ഞങ്ങൾ അതും ചൂണ്ടിക്കാണിക്കുകയാണ്, ഞങ്ങൾ ആരോപിക്കുകയല്ല. കൃത്യതയാർന്ന തെളിവായിട്ട് ഞങ്ങൾ ഇട്ടുതരികയാണ്.
അപ്പം ഇങ്ങനെ 13 വർഷക്കാലം ആരാധിച്ച മുഹമ്മദ് തിരിച്ച് മദീനയിലേക്കുള്ള യാത്ര നടക്കുന്നു. മദീനയിൽ ചെന്ന 2 വർഷവും മുഹമ്മദ് ഈ ക്ഷേത്രത്തിലേക്ക് നോക്കി നിസ്കരിച്ചു. അവസാനം അള്ളാഹു ആയത്തിറക്കി കൊടുക്കുകയാണ്, മുഹമ്മദേ നിന്റെ ഇഷ്ടം പോലെ ഈ ക്ഷേത്രത്തിലേക്ക് നോക്കി നിസ്കരിക്കണമെന്ന് സൂറത്തുൽ ബഖറ 144 ഇറക്കി കൊടുക്കുകയാണ്. അപ്പോഴും ഈ മ്ലേച്ഛ ബിംബങ്ങൾ അവിടെ ഇരിക്കുകയാണ്. ഹിജ്റ 8-ാം വർഷമാണ് മുഹമ്മദ് ഈ ക്ഷേത്രം കൊള്ളയടിക്കുന്നത്. അതുവരെ മുഹമ്മദ് ഈ മ്ലേച്ഛാരാധനയാണ് നടത്തുന്നത്. അപ്പം ഇവര് ശിർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിൽ വലിയ കോലാഹലം ഉണ്ടാക്കാറുണ്ട്, ഈ സുന്നികളും മുജാഹിദുകളും തമ്മിൽ. യഥാർത്ഥത്തിൽ ശിർക്കിന്റെ ആശാൻ മുഹമ്മദ് തന്നെയാണ്. ഞാനതിന്റെ പഠനത്തിൽ പലപ്പോഴും ഞാൻ പരസ്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ശിർക്കിന്റെ ആശാൻ ആരെന്ന് ചോദിച്ചാൽ അത് ഇവരുടെ മുഹമ്മദ് തന്നെയാണ്. അതിന് പച്ചപ്പൊടി കാണിച്ചത് ഇവരുടെ അള്ളാഹുവും ജിബ്രീൽ മലക്കുമാണ്. ജിബ്രീൽ മലക്കെന്ന് പറഞ്ഞ് ഇവർ ആരോപിക്കുന്നതായ ആ സത്വത്തെയാണ്. അല്ലാതെ ജിബ്രീൽ മലക്കെന്നൊരു പരാമർശം ഖുറാനിലെങ്കിൽ തന്നെയില്ല. ഗബ്രിയേൽ മാലാഖ എന്ന് പറയുന്നത് പോലെ ജിബ്രീൽ മലക്ക് എന്ന് പറയുന്ന ഒരു പരാമർശവും ഖുറാനിലില്ല. 3 സ്ഥലത്താണ് ആ സാധനത്തിന്റെ പേരുള്ളത്. സൂറത്തുൽ ബഖറ 97-ാമത്തെ ആയത്തിൽ ആരെങ്കിലും സത്യം പുലർത്തുന്നത് ജിബ്രീലിനോടാണെങ്കിൽ അവരറിയണം, ജിബ്രീൽ നിന്റെ മനസ്സിൽ വേദമിറക്കിയത് ദൈവം അള്ളാഹുവിന്റെ നിർദ്ദേശം പ്രകാരം. ഇവിടെ പറഞ്ഞ ജിബ്രീൽ മലക്കാണെന്നുള്ള തെളിവില്ല. അതങ്ങനെ ഒരു പേരുകാരൻ മലക്കാവുന്ന എങ്ങനെയാണ്? ഒരു പേരുകാരൻ എങ്ങനെ മലക്കാവുന്നു? അതുപോലെ തന്നെ 2-ന്റെ 98, 6-ന്റെ 4 ഈ 3 വാക്കുകൾ ജിബ്രീലിന്റെ പേര് പറയുന്നുണ്ടെങ്കിൽ തന്നെ ജിബ്രീൽ മലക്കെന്ന പരാമർശമില്ല. എന്നാ അതേസമയം ബൈബിളിലേക്ക് പ്രവേശിച്ചത് എന്താണ്? ഗബ്രിയേൽ ദൂതൻ, ഗബ്രിയേൽ മാലാഖ എന്ന പരാമർശത്തിലാണ് ബൈബിൾ. അതുകൊണ്ട് തന്നെയാണ് ഇത് മാലാഖയാണെന്ന് ബൈബിൾ കൃത്യമായി പറയുമ്പോൾ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. അപ്പം ഇങ്ങനെ ജിബ്രീൽ എന്ന് പറയുന്നത് ഈ മലക്കും ഈ അള്ളാഹുവും ചേർന്നാണ് മുഹമ്മദിനെ ശിർക്ക് ചെയ്യാനായിട്ട് അനുവാദം കൊടുക്കുന്നത്. 2-ന്റെ 144 ഞാൻ തന്നെ വായിക്കാം. ഏറ്റവും ആധുനികമായ ഖുറാന്റെ പരിഭാഷ വായിക്കുന്നത്. ഇത് നിർമ്മിച്ചെഴുതിയതായ ഒരു പരിഭാഷയാണ്. ഇതിനൊക്കെ കുറെ കൂടെ കടനാണ് മറ്റു പരിഭാഷകൾ. അത് ഞാൻ അതെടുക്കുന്നില്ല. എന്നെ എടുക്കുന്ന ചെറിയ അറബി ഒഴിവാക്കിക്കൊണ്ട് മലയാളത്തിൽ തന്നെ അവർക്ക് ഖുറാന്റെ പരിഭാഷ വായിക്കുന്നത്. സാധാരണ രീതിയിൽ അവരങ്ങനെ ചെയ്യാറില്ല. അറബി ഭാഷ അള്ളാഹുവിന്റെ ഭാഷയാണെന്ന്, അള്ളാഹുവിന് അത് മാത്രം അറിയത്തുള്ളൂ മുജാഹിദ് ബാലുശ്ശേരിയെ പോലുള്ള പറയാറുണ്ട്. അത് ശരി തന്നെയാണ്. ആ അള്ളാഹുവിന്റെ ഭാഷയെ ഈ പണ്ഡിതന്മാര് മനഃപൂർവ്വം തള്ളിക്കളഞ്ഞിട്ട് കേരളക്കരയിലെ മലയാള ഭാഷയെ മാത്രം സ്വീകരിച്ചുകൊണ്ട് എഴുതപ്പെട്ടതായ ഒരു ഖുറാന്റെ പരിഭാഷ ഞാൻ വായിക്കുന്നത്. ഇതിനകത്ത് മലയാളം മാത്രമുള്ളൂ. അള്ളാഹിന്റെ ഭാഷയെ പണ്ഡിതന്മാര് തള്ളിക്കളഞ്ഞു. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇവിടെ 144 പറയാണ്, നിന്റെ മുഖം അടിക്കടി മാനത്തേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നുണ്ട്. അതിനാൽ നിനക്ക് ഇഷ്ടപ്പെടുന്ന കിബ്ലയിലേക്ക് നിന്നെ നാം തിരിക്കുകയാണ്. ഇനി മുതൽ മസ്ജിദുൽ ഹറമിന്റെ നേരെ നിന്റെ മുഖം തിരിക്കുക. നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ അതിന്റെ നേരെ മുഖം തിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഈ ബഖറ ഇറങ്ങുന്നത് ഹിജ്റ 2-ാം വർഷം. അപ്പൊ അപ്പുറത്തെ 13-2 15-ാമത്തെ വർഷം സാധനം വരുന്നത്. അപ്പൊ ഈ 15-ാമത്തെ വർഷത്തിൽ ഈ ആയത്തിറങ്ങാനൊരു കാരണം, മുഹമ്മദ് മദീനയിൽ ചെന്നിട്ട് യഹൂദന്മാര് ജെറുസലേമിലേക്ക് നോക്കി ആരാധിക്കുന്നത് പ്രാർത്ഥിക്കുന്ന പോലെ അങ്ങോട്ട് നോക്കുന്നത് പോലെ മുഹമ്മദ് അങ്ങോട്ട് നോക്കി. കാരണം ഞാനും നിങ്ങളിൽ പെട്ടവനാകുന്നു, ഞാൻ നിങ്ങളുടെ വംശപരമ്പരയിൽ ഒരു കണ്ണിയാകുന്നു, ഞാൻ അവസാനത്തെ കണ്ണിയാകുന്നു, നിങ്ങൾ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്. അവരുടെ യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കുന്നതിന് വേണ്ടിയാണ് മുഹമ്മദ് അവരോടൊപ്പം ഈ 2 വർഷക്കാലം ജെറുസലേമിലേക്ക് നോക്കുക. അന്ന് ജെറുസലേമിൽ ഒരു ദേവാലയം ഉണ്ടെന്നുള്ളതായ അബദ്ധധാരണയും മുഹമ്മദിനുണ്ടായിരുന്നു. ദേവാലയം ഒന്നില്ല. അപ്പൊ ഇങ്ങനെ 2 വർഷം ചെയ്തിട്ടും അവരെ ആരെയും കിട്ടില്ല. അവരത് സ്വീകരിച്ചില്ല. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് തോറയല്ലാതെ മറ്റൊരു ഗ്രന്ഥവും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് നീ സ്വീകാര്യനല്ല അസ്വീകാര്യനാണെന്ന് അവർ പരസ്യമായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ മുഹമ്മദ് കാര്യം മനസ്സിലായി, ഇനി ഇവിടെ പണി നടക്കുകയില്ല. എന്താണ് ഇനി ചെയ്യുന്നത്? മുഹമ്മദ് വട്ടം കറങ്ങുക, തല മുകളിലേക്കിട്ട് ആട്ടുക. അപ്പൊ അള്ളാഹു ഇറക്കിക്കൊണ്ട് വരുന്ന ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇനി മുതൽ നീ ഇഷ്ടപ്പെടുന്ന സാധനത്തിലേക്ക് ഞാൻ നോക്കുക. അള്ളാഹുവിന്റെ ഇഷ്ടമല്ല അവിടെ ആണോ? വേദപുസ്തകത്തിൽ അങ്ങനെ വാക്കിടും, മോശെ നിന്റെ ഇഷ്ടം പോലെ ഞാൻ ആരാധിക്കാൻ നിന്നെ അനുവദിക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. യെരമ്യാവിന്റെ ഇഷ്ടം പോലെ ആരാധനയ്ക്കായി വിടുന്നു, ഇസ്രായേലിന്റെ ഇഷ്ടം പോലെ ആരാധനയ്ക്കായി വിടുന്നു എന്നല്ല. യഹോവയുടെ ഇഷ്ടമാണ് ആരാധന. യഹോവ മാനദണ്ഡം വെച്ചിട്ടുണ്ട്. ദൈവത്തെ ആരാധിക്കുന്ന വ്യവസ്ഥയുണ്ട്. അപ്പൊ ഈ ഗോത്രദേവൻ പറയുകയാണ്, മുഹമ്മദേ നീ നിനക്ക് ഇഷ്ടപ്പെടുന്ന കിബിലിലേക്ക് ഞാൻ നിന്നെ മുഖം തിരിക്കുകയാണ്. ഇനി മുതൽ നീ അങ്ങോട്ട് നോക്കി നിസ്കരിക്കണം. പ്രിയമുള്ളവരെ, ഈ ആയത്തിറങ്ങുമ്പോഴത്തേനും ഈ കാബ ക്ഷേത്രത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ മ്ലേച്ഛ വിഗ്രഹങ്ങൾ 369 പരിസരത്തുണ്ട്. ഇതിനകത്ത് വ്യഭിചാരം നടക്കുന്നുണ്ട്, ഇതിനകത്ത് മൃഗബലി നടക്കുന്നുണ്ട്.
നമ്മുടെ സങ്കല്പത്തിന് അതീതമായ ഒരു മ്ലേച്ഛതയുടെ ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലേക്ക് നോക്കി നിസ്കരിക്കാനാണ് സൂറത്തുൽ ബഖറ 144 പറയുന്നത്. അപ്പോൾ ഹിജ്റ 2-ാം വർഷമാണ്. വീണ്ടും 6 വർഷവും കൂടെ കഴിഞ്ഞതിന് ശേഷം ഹിജ്റ 8-ലാണ് ഈ മുഹമ്മദ് ഈ ക്ഷേത്രം കൊള്ളയടിക്കുന്നത്, തകർക്കുകയും ചെയ്യുന്നത്. അതുവരെ മുഹമ്മദ് ഈ മ്ലേച്ഛ ക്ഷേത്രത്തിലേക്ക് നോക്കി. അത് കൊള്ളയടിച്ചതിന് ശേഷം മുഹമ്മദിന്റെ മനസ്സിൽ വന്നതായ ചിന്താധാര അനുസരിച്ച് ഹജറുൽ അസ്വദിനെ അവിടെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളതെല്ലാം മുഹമ്മദ് അല്ലി പൊട്ടിച്ചു കളഞ്ഞു. ഇതാണ് അവിടെ നടന്ന കാര്യം. പിന്നീട് മുഹമ്മദ് അവിടെ ലായിലാഹും മുഹമ്മദ് റസൂലുള്ളാഹ് വിളിച്ചു പറഞ്ഞ് ആ ഹജറുൽ അസ്വദിനെ മുത്തുകയും ചെയ്തു. ഇത് കണ്ടതായ ഉമർ ഇപ്പുറത്ത് നിൽപ്പുണ്ട്. ഉമർ പറയുന്നുണ്ട്, ഉമറിന്റെ ആ വാക്കുകൾ കേട്ട് മുഹമ്മദ് വെളിച്ചം വീശിയിരുന്നെങ്കിൽ മുഹമ്മദ് പക്ഷെ തള്ളിക്കളഞ്ഞു. പക്ഷെ മുഹമ്മദിന്റെ ഹൃദയത്തിനകത്ത് സാത്താൻ ആ രീതിയിലുള്ളതായ വർഷിപ്പ് കൊണ്ട് നിൽക്കുന്നത്. ഉമർ പറയുന്നത് എങ്ങനെയാണ്? നീ വെറും ഒരു കല്ല, നീ വെറും ഒരു കല്ലാണ്. പ്രവാചകൻ നിന്നെ മുത്തിയത് കൊണ്ട് മാത്രമാണ് ഞാനും നിന്നെ ചുംബിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ മുഹമ്മദ് കാണിച്ചതായ അഭിപ്രായങ്ങളൊക്കെ തന്നെ ഇവരും കാണിക്കുകയായിരുന്നു. ഈ അറബികളെല്ലാം അതിന് വശംവദരായി തീരുകയായിരുന്നു. അപ്പൊ അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ബാക്കി കല്ലുകളെല്ലാം തള്ളിക്കളഞ്ഞു, ബാക്കി കല്ലുകളെല്ലാം പൊട്ടിച്ചു കളഞ്ഞു. അങ്ങനെയാണ് ഇബ്രാഹിം നബിയുടെ ഇസ്മായിൽ നബിയുടെ പ്രതിമകൾ മുഹമ്മദ് പുറത്തേക്ക് എടുക്കുന്നത്. അവിടെ മുതലാണ് ഇവരെ രണ്ടുപേരെ നബിമാരാക്കി ഇവരിൽ നിന്ന്, അതായത് ഈ ആളുകൾ രണ്ട് നബിമാരാണെന്നുള്ളത് ആ വസ്തുതകൾ മുഹമ്മദിന് കിട്ടുന്നത്. ഈ രണ്ട് ബിംബങ്ങൾ അവിടെ ഉണ്ടെന്നുള്ള കാര്യം മുഹമ്മദിന് അറിയാം. ഇബ്രാഹിം നബിയുടെ ഇസ്മായിൽ നബിയുടെ രണ്ട് ബിംബങ്ങൾ അവിടെ ഉണ്ടെന്നുള്ള കാര്യം മുഹമ്മദിന് അറിയാം. കാരണം മുഹമ്മദിന്റെ കുലക്ഷേത്രമല്ലേ അവിടെ. ആ രണ്ടുപേരെ ചുറ്റിപ്പറ്റിയാണ് പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഭാവുകത്വം നൽകി ഇവരെ നബിമാരാക്കുന്നത്. അല്ലാതെ ഇബ്രാഹിം നബിയുടെയോ ഇസ്മായിൽ നബിയുടെയോ ജനനമോ ജീവിതമോ പ്രവർത്തനമോ മരണമോ കബറടക്കമൊന്നും തന്നെ ഈ പുസ്തകങ്ങളിൽ എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. അതും വേറൊരു രണ്ടു തരത്തിലുള്ള വിത്തുകളാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ മുഹമ്മദ് ചെയ്തതിന് ശേഷം ഈ ക്ഷേത്ര തകർച്ച, ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന വിഗ്രഹ വഞ്ചന നടന്നതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഹജറുൽ അസ്വദിനെ മുഹമ്മദ് ഒരു പരിപാവനത്വം നൽകുകയാണ്. ഇനി മുതൽ ഇങ്ങോട്ട് നോക്കണം, നിസ്കരിക്കുന്ന ഇങ്ങോട്ട് നോക്കണം, ഇവിടെ അത് ചുംബിക്കണം, ഉമ്മ കൊടുക്കണം, നക്കണം, മണപ്പിക്കണം എന്നുള്ളതായ മ്ലേച്ഛമായ ആരാധന മുഹമ്മദ് നടപ്പിലാക്കുകയാണ്. അപ്പം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഒന്ന്, ഇസ്ലാമിക മതഗ്രന്ഥങ്ങളിൽ, ഇസ്ലാമിക സങ്കല്പങ്ങളിൽ അള്ളാഹുവിന് സത്തയില്ല, അള്ളാഹു ആരെന്നറിയത്തില്ല. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഇസ്ലാമിക സങ്കല്പത്തിൽ അള്ളാഹു കേവലം മിഥ്യയാകുന്നു. അത് കേവലം മനുഷ്യരുടെ ഇന്നത്തെ 160-170 കോടിയോളം വരുന്ന മതവിശ്വാസികളുടെ അബദ്ധ വിശ്വാസമാകുന്നു. സത്തയില്ലാത്ത ഒരാളെ എങ്ങനെയാണ് ആരാധിക്കാൻ കഴിയുന്നത്? അപ്പൊ ഒന്ന്. രണ്ടാമത് പിന്നെ ഉണ്ടെന്ന് പറയുന്നത് ഈ വിഗ്രഹമാകും. മനസ്സിലായോ? ഞാൻ പറഞ്ഞല്ലോ, ഈ ഹജ്ജിന് പോകുന്ന ആളുകൾ ലബ്ബൈക് വിളിക്കുന്നതായ ആ പ്രാർത്ഥന കല്ലിനോടാണ് വിളിക്കുന്നത്, കല്ലിനെ നോക്കിയാണ് വിളിക്കുന്നത്. കല്ലിനേക്ക് തന്നെ നോക്കണമെന്ന് 5 നേരം ആ കല്ലിനെ നോക്കി നിസ്കരിക്കുന്നു, ആ കല്ലിനോട് പ്രാർത്ഥിക്കുന്നു, ആ കല്ലിന് വലം വയ്ക്കുന്നു, ആ കല്ലിനെ ചുംബിക്കുന്നു. ഈ കല്ല് ആകാശത്തുനിന്ന് വീണതാണെന്നും ഈ കല്ലിന് വെണ്ണയുണ്ടായിരുന്നെന്നും ഈ കല്ല് മനുഷ്യരുടെ പാപങ്ങളെ ആവാഹിച്ചത് കൊണ്ട് കറുത്തുപോയതാണെന്നും ഈ കല്ലിന് ഖിയാമത്ത് നാളിൽ വായും നാവും ഉണ്ടാകുമെന്നും ഈ കല്ല് സംസാരിക്കുമെന്നുള്ളതായ ലോകഘോഷത്തരം പറഞ്ഞ് പാവപ്പെട്ട അറബികളെ മുഹമ്മദ് ചതിക്കുകയായിരുന്നു. ഇന്നും ഇസ്ലാമിന്റെ ഏകദൈവം എന്ന് പറയുന്നത് ഈ കറുത്ത കല്ല് തന്നെയാണ്. അല്ല എങ്കിൽ നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ അള്ളാഹുവിന്റെ സത്ത വിളംബരം ചെയ്യണം, നിങ്ങളുടെ അള്ളാഹു ആരാന്ന് പറയണം, നിങ്ങളുടെ അള്ളാഹുവിന്റെ ഐഡന്റിറ്റി ഞങ്ങളോട് പറയണം. ചുമ്മാ അള്ളാഹ് എന്ന് പറയുന്നുണ്ട്, അതിന് നടക്കത്തില്ല. അതൊക്കെ നിങ്ങളുടെ മദ്രസ കുട്ടികൾ വരെ ഇപ്പൊ ചോദ്യം ചെയ്യാൻ തുടങ്ങി. വെറുതെ അള്ളാഹ് എന്ന് പറയാൻ കാര്യം നടക്കുന്നില്ലേ? അള്ളാഹു ആരാണെന്ന് പറയണം. അള്ളാഹു സ്വയം പറയുന്നുണ്ടോ ഞാൻ ഇന്നയാളാണ്? ഇല്ല. അതുകൊണ്ട് ഇസ്ലാമിന്റെ ദൈവസങ്കല്പം എന്ന് പറയുന്നത് കാബയിലെ കറുത്ത കല്ല് തന്നെയാണ്. ആ കല്ല് എന്നവിടെ നഷ്ടപ്പെടുന്നുവോ, ആ കാബ എന്നവിടെ നഷ്ടപ്പെടുന്നു, അന്ന് ഇസ്ലാമിക വിശ്വാസം തകർന്നടിയും. കാരണം ഇസ്ലാമിൽ പിന്നെ ആരാധിക്കാൻ ഒക്കത്തില്ല. ആ ക്ഷേത്രത്തെ ഇപ്പം അമേരിക്കയുടെ സൈനിക സന്നാഹം അറേബ്യയുടെ സൗദിയുടെ പരിസരത്ത് കിടക്കുന്നത് കൊണ്ടാണ് ഇറാൻ കയറി ആക്രമിക്കാത്തത്. ഇറാന്റെ ഏറ്റവും നോട്ടപ്പുള്ളി ഈ കാബയാണ്. അമേരിക്ക ഒന്നും ഇല്ലാതിരിക്കുകയായിരുന്നെങ്കിൽ, പാശ്ചാത്യരുടെ സൈനിക വിന്യാസത്തിന്റെ സാന്നിധ്യം അവിടെ ഇല്ലാതാകുന്ന ഒരു സന്ദർഭം ഉണ്ടായാൽ അന്ന് ഇറാൻ ഇത് തകർക്കും. ഈ കാബയെ പല സന്ദർഭങ്ങളിൽ ഞാൻ എന്റെ വായനയിൽ 6-7 പ്രാവശ്യം ഈ കാബയെ തകർത്തിട്ടുണ്ട്. ഇതിന്റെ ഈ കല്ല് പൊട്ടിച്ച് ക്ലോസറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, കക്കൂസ് ഉപയോഗിച്ചിട്ടുണ്ട്, ഇതിന് തീ വെച്ച് നശിപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ളതായ പ്രാകൃത രൂപങ്ങളൊക്കെ ഇത് കാണിച്ചു. എന്നാൽ ഇനി ഇത്
ആരെങ്കിലും ആക്രമിച്ചതിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ, നശിപ്പിക്കപ്പെട്ട പിന്നീട് ഇസ്ലാമിന്റെ വർഷിപ്പും ഇസ്ലാമിന്റെ ആരാധനയും ഇസ്ലാമിന്റെ നിസ്കാരവും ഹജ്ജും കുന്തം കുടച്ചക്രം എല്ലാം അവസാനിക്കും. അതുകൊണ്ട് ഈ കല്ലിനെ മാത്രമാണ് ഇവർ ആരാധിക്കുന്നത്. കല്ലെന്ന് നഷ്ടപ്പെടുന്നുവോ അന്ന് ഇസ്ലാമിന്റെ വിശ്വാസവും തകർക്കപ്പെടും. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കാം. എന്നാൽ വിശുദ്ധ ബൈബിളിലൂടെ വെളിപ്പെടുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്, ആത്മസ്വരൂപിയാണ്. മനസ്സിലാകുന്നുണ്ടോ? ബൈബിളിലൂടെ വെളിപ്പെടുന്ന ദൈവം ആത്മസ്വരൂപിയാണ്. ഞങ്ങൾ വേദശാസ്ത്ര വചനങ്ങളിൽ, അതായത് തിയോളജന്മാരുടെ വാക്കുകൾ ഉദ്ധരിച്ച് പറഞ്ഞാൽ ത്രിയേക ദൈവം, മനസ്സിലാകുന്നുണ്ടോ? ത്രിയേക ദൈവം ആത്മസ്വരൂപിയാകുന്നു. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവ് ഏകദൈവം ആത്മസ്വരൂപിയാകുന്നു. ഈ ദൈവം കല്ലിലോ മണ്ണിലോ ഒതുങ്ങുന്നവനല്ല. എന്നെ കൂടാതെ മറ്റൊരു വിഗ്രഹം നിങ്ങൾ ഉണ്ടാക്കരുതെന്നും അവയെ നിസ്കരിക്കരുതെന്നും അവയുടെ മുമ്പാകെ കുമ്പിടരുതെന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ ദൈവം വിശുദ്ധ ബൈബിളിലൂടെ കൽപ്പിച്ചു. ഇന്നും അത് ഫോളോ ചെയ്യുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലാണ് ഞങ്ങളുടെ ദൈവം. ഈ കണ്ടകടച്ചാണി കല്ലിനെ നോക്കിയല്ല നിസ്കരിക്കേണ്ടത്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവായ ദൈവം, അതേ ആത്മരൂപിയായ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ അറിയുന്നില്ലയോ? അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ദൈവം കല്ലിലും മണ്ണിലും മരത്തിലും ഒതുങ്ങുന്നവനല്ല. അത്തരത്തിലുള്ള ആരാധന ജീവിക്കുന്ന ദൈവത്തിന് വെറുപ്പാകുന്നു, അത് മ്ലേച്ഛമാകുന്നു. ഇസ്രായേൽ ജനത്തെ കഠിനമായി ശിക്ഷിക്കാൻ കാരണം ദൈവത്തെ വിട്ട് അന്യാരാധനയിലേക്ക് പോയതാണ്. അതുകൊണ്ട് ദൈവത്തെ വിട്ട് അന്യാരാധനയിലേക്ക് പോയ മുസ്ലിം സുഹൃത്തുക്കളെ ഞങ്ങൾ മാടി വിളിക്കുന്നു. ജീവനുള്ള ദൈവത്തിലേക്ക് ആയിരങ്ങളെ പതിനായിരങ്ങളെ അന്നിമിഷം ജീവിപ്പിക്കുന്ന മനസ്സുണ്ടായ ദൈവത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. ആ ദൈവം 8000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവർഗത്തിന്റെ പാവം വഹിക്കുന്നതിന് വേണ്ടി സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. എത്ര മനോഹരമായ സന്ദേശം! ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കുക. ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. എത്ര കറക്റ്റായ സന്ദേശം! മനുഷ്യന്റെ യുക്തിക്കും മനുഷ്യന്റെ മനസ്സിനും തൃപ്തി തരുന്ന വിശ്വാസം. മനുഷ്യവർഗത്തെ രക്ഷിക്കുവാനായിട്ട് അവൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് രക്ഷപ്പെടുവാൻ ഏക മാർഗം കാബയിലെ കല്ലല്ല, കാബയിലെ കറുത്ത ക്ഷേത്രമല്ല, അനുസരണ യേശു ക്രിസ്തുവാകുന്നു. ഇന്ന് നിങ്ങൾ ഈ വേലകളൊക്കെ കാണിച്ചാലും നിങ്ങളെ ഒരിക്കലും ഈ അല്ലാഹു നിങ്ങളുടെ പരലോകത്തേക്ക് എത്തിക്കുകയില്ല. അങ്ങ് പരലോകത്തെത്തിയാൽ നിങ്ങൾ കൂറിപ്പെണ്ണുങ്ങളെ തരാമെന്നും നിങ്ങൾക്ക് പോത്തിറച്ചി തരാമെന്നും നിങ്ങൾക്ക് പറവയിറച്ചി തരാമെന്നും നിങ്ങൾക്ക് കള്ളിന്റെയും അതുപോലെ തന്നെ തേനിന്റെയും ശുദ്ധജലത്തിന്റെയും നദികൾ തരാമെന്നും അതിനകത്ത് നിങ്ങളെ ഇറക്കി കുളിപ്പിക്കാമെന്നും ഒക്കെയുള്ള വാഗ്ദാനം മുഹമ്മദ് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് പോലും ആ പരലോകത്തെത്തും എന്നുള്ളത് ഉറപ്പില്ലായിരുന്നു. കാരണം മരണത്തിന് തൊട്ട് മുമ്പ് മരണസമയത്തും അദ്ദേഹം പ്രാർത്ഥിച്ചിങ്ങനെ, അള്ളാഹുവേ ഖബർ ദണ്ഡനത്തിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും എന്നെ രക്ഷിക്കണമെന്ന്. കണ്ടോ, നിങ്ങളുടെ പ്രവാചക രക്ഷയില്ല എങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? നിങ്ങളെ ഉൾപ്പെടെ സകലരെയും അള്ളാഹു നരകത്തിൽ തള്ളുന്നു. 19:71 വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. നിങ്ങളിൽ ആരും തന്നെ ആ നരകത്തിൽ കടക്കാതിരിക്കുകയില്ല. അത് നിന്റെ നാഥന്റെ നിർബന്ധമാക്കപ്പെട്ട വിധിയാകുന്നു. അള്ളാഹുവിന്റെ വിധിയാണ് സകല മുസ്ലിങ്ങളെയും നരകത്തിൽ കൊണ്ട് തള്ളുക. അവസാനം അള്ളാഹുവിന്റെ കാലും എടുത്ത് നരകത്തിൽ വെക്കുന്ന ഒരു ഹദീസിനെ ബുഖാരിയിൽ പറയുന്നു. അള്ളാഹു അവസാനം തന്റെ കാല് നരകത്തിൽ വെക്കുമ്പോൾ നരകം പറയും മതി മതി എന്ന് പറയും. കണ്ടോ, അങ്ങനെ ഇസ്ലാമിക ലോകത്തിന് തിരശ്ശീല വീഴുകയാണ്. അള്ളാഹു നരകത്തിൽ ചാടിച്ചാകുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് ജീവിക്കുന്ന ദൈവത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിച്ചുകൊണ്ട് സത്യദൈവത്തെ കുറിച്ച് അറിയുവാൻ നിങ്ങളോട് ഞങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് സത്തയില്ലാത്ത അള്ളാഹുവിനെ വിട്ട് അതേ പ്രപഞ്ചാതീതനായ ആത്മസ്വരൂപനായ സത്തയുള്ള ദൈവത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരുവാൻ നിങ്ങളെ ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു.